ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരുന്നു പരിപാടി എന്ന്. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്നിവിടെ ഹോളി സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം എന്തോരം വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫോണൊക്കെ അറിയോ കയ്യിലായിരുന്നു. ഞാൻ വീഡിയോ വ്ളോഗ് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആവശ്യത്തിന് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ. ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കായിരുന്നു പരിപാടി. ഞങ്ങളപ്പോൾ റെഡി ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. Where are we off to? Off to play Holi. Off season Holi party. Off season Holi party. Yeah. यही आ जाते हैं. Talking in road. Yeah. See this girl doesn't look like no doesn't look like Shriki. Sorry. Hi. Ready one, two, Hello. This girl Simran. ऐसे वीडियो बनाओ. हाँ. ये पहचान में आ रही है. Now color. Holy Vivek. It was really fun. We played crazily. Yes, you can see crazy people here. Yes. Okay. How does she look? I should have taken before and after. I missed it. Where are we going now in this attire with this color? We are going to buy some groceries in Attica for the cameraman. I hope they don't kick us out. Yes. Yeah. Because of us, so we are banned forever from every Edeka. That will be my caption. Elena suggested. Okay. And see the criminal number 1. What did she just say, Vivek? What did she just say? Huh? The comment she made like a minute back. She made a comment, no? Even I forgot. Okay. So നമ്മൾ ഈ നല്ല കോലത്തിൽ നേരെ ഇടയ്ക്ക് പോകുമ്പോൾ അവർ നമ്മൾ ഇറക്കി വിടില്ലാന്ന് നമുക്ക് നോക്കാം. ഇറക്കി വിടുവോ ഇല്ലെന്ന് നോക്കാം. Understood anything? Yes. Oh my god. Yes, you are saying this is your duty. Since you're proof, Okay. it's your fault. They don't kick us. Let's see. Yeah. So far, so good. Thank you. അങ്ങനെ ഇടയ്ക്ക് കയറി ഒരു സ്പ്രൈറ്റും ഫാൻറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഒരു ലേക്കിൻ്റെ സൈഡിൽ ഇരിപ്പുറച്ചു. ഇനി കുറച്ച് നേരം ഇവിടെ ഒന്ന് വൈബ് പിടിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് കാണാം. ഇന്ത്യൻസ് മാത്രമല്ല ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുള്ളൊരു സെലിബ്രേഷൻ ആയിരുന്നു. മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. ബോളിവുഡ് സോങ്സിന് അവർ നമ്മുടെ ഒപ്പം ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എടയ്ക്കയിലും പോയി. എടയ്ക്ക എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിചയം ഉണ്ടായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പം അവിടെയും പോയി ഞങ്ങൾ ആൾക്കാരൊക്കെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പോയി ലാസ്റ്റ് തിരിച്ച് വന്ന് ഒരു ലേക്കിൻ്റെ സൈഡിൽ ഇരുപുറച്ച് ഈ ഇടയ്ക്കെന്ന് വാങ്ങിയ ഐസ്ക്രീമും സ്പ്രൈറ്റും ഒക്കെ കഴിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഹോളി പരിപാടിയെല്ലാം കഴിഞ്ഞ് നല്ല അലമ്പായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. എൻ്റെ റൂമും അത്യാവശ്യം അലമ്പാട്ടോ. പക്ഷേ
അടിപൊളിയായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. എനിക്ക് അധികം ഇവിടെ അങ്ങനെ അറിയാവുന്ന ആരുമില്ല. എൻ്റെ ഫ്ലോറിലുള്ള 2 പേരുള്ളൂ കമ്പനികൾ, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരുമായിട്ട് കമ്പനിക്കായി കുറേ ഡാൻസൊക്കെ കളിച്ചു. ഒരു മലയാളി ചേട്ടനും ചേച്ചിയുണ്ട്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ വേറൊരു ചേട്ടനുണ്ട് മലയാളി, അവരെയും പരിചയപ്പെട്ടു. അത്രയും പേരേ ഉള്ളൂ മലയാളീസ് എന്ന് തോന്നുന്നു. മാക്സിമം ഒരു 4-5 അത്രയും പേരെ ഇവിടെ ഉള്ളൂ. അപ്പം അവരെയൊക്കെ പരിചയപ്പെട്ടു. അടിപൊളിയായിരുന്നു. അപ്പം എനിക്കറിയില്ല, ഇനി ഞങ്ങൾ വെളിയിൽ പോകണമെങ്കിൽ ആ വീഡിയോയും കൂടെ ഞാൻ ഇടാൻ നോക്കാം. അറിയില്ല, ഫ്രഷൊക്കെ ആയിട്ട്. അപ്പം ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പം ബൈ.